ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ ട്യൂട്ടോറിയലിൻ്റെ അവസാനത്തെ പാർട്ടാണിത്. ഇവിടെ നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ നമ്മുടെ ക്യൂബ് മൊത്തം സോൾവ് ചെയ്യാൻ നമ്മൾ പഠിച്ചിരിക്കും. വളരെ സിമ്പിളായിട്ടുള്ള 2 സ്റ്റെപ്സ് മാത്രമേ ഇതിലുള്ളൂ. അതുകൂടെ കഴിയുമ്പോൾ നമ്മൾ ക്യൂബ് മൊത്തമായിട്ട് സോൾവ് ചെയ്യാൻ പഠിച്ചിരിക്കും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ടോപ്പ് ലെയറിൽ ക്രോസ് സെറ്റ് ചെയ്യാനും ടോപ്പ് ലെയറിലുള്ള നമ്മുടെ 4 കോർണേഴ്സ് കറക്റ്റായിട്ട് സെറ്റ് ചെയ്യാനും പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പിലോട്ട് പോവുകയാണ്. ഇനിയുള്ള 2 ചെറിയ സ്റ്റെപ്പുകൾ കൂടെ ഉള്ളൂ. അതുകൂടെ നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ മൊത്തം ക്യൂബും സോൾവ് ചെയ്യാൻ പഠിച്ചിരിക്കും. നമ്മൾ ക്രോസ് സെറ്റ് ചെയ്യുന്ന സ്റ്റെപ്പ് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതാണ്. എന്നാലും കുറച്ചൊന്ന് ശ്രദ്ധിച്ച് ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ 3 ക്യൂബ് ഞാൻ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ക്യൂബ് ഉപയോഗിച്ച് അത് പഠിക്കാം. അപ്പോൾ നമ്മൾ ക്രോസ് സെറ്റ് ചെയ്ത് നമ്മൾ പിന്നെ അതിൻ്റെ കോർണേഴ്സ് എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ടോപ്പ് ലെയറിലെ യെല്ലോ ക്രോസ് അല്ലാതെ ബാക്കിയുള്ള ഈ 4 കോർണേഴ്സ് ഉണ്ടല്ലോ, അവിടെ കൂടെ നമുക്ക് യെല്ലോ കളർ കൊണ്ടുവരണം. ക്രോസ് അല്ലാതെ ബാക്കിയുള്ള ഭാഗത്തും കൂടെ നമുക്ക് യെല്ലോ കളർ കൊണ്ടുവരണം. എന്ന് പറയുമ്പോൾ ഈ യെല്ലോ കളർ നമ്മൾ മേളിൽ കൊണ്ടുവരണം, ഈ യെല്ലോ കളറിനെ നമുക്ക് മേളിൽ കൊണ്ടുവരണം, ഈ യെല്ലോ കളറിനെ മേളിൽ കൊണ്ടുവരണം, അതുപോലെ തന്നെ ഈ യെല്ലോ കളറിനെ മേളിൽ കൊണ്ടുവരണം. അതെങ്ങനെയാണെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ നമ്മുടെ റൈറ്റ് ഹാൻഡ് അൽഗോരിതം മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അത് ഉപയോഗിച്ച് നമ്മൾ സിമ്പിളായിട്ട് ചെയ്യുന്നതായിരിക്കും. അതിനുവേണ്ടി നമ്മൾ ചെയ്യാൻ പോകുന്നത് ആദ്യം നമ്മുടെ ബോട്ടം ലെയറായ വൈറ്റ് ഫേസിനെ നമ്മൾ മേളിൽ കൊണ്ടുവരണം. നമ്മുടെ ടോപ്പ് ലെയർ താഴെ പോകും. ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഇങ്ങനെ ഇനി നമുക്ക് ഈ യെല്ലോ ഇവിടെ കൊണ്ടുവരണം, ഈ യെല്ലോ ഇവിടെ കൊണ്ടുവരണം, ഈ യെല്ലോ കളറിനെ ഇവിടെ കൊണ്ടുവരണം, ഈ യെല്ലോ കളറിനെ ഇവിടെ കൊണ്ടുവരണം. ഓക്കെ, അതിനായി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ റൈറ്റ് ഹാൻഡ് അൽഗോരിതം യൂസ് ചെയ്യണം. ഇപ്പോൾ നമുക്ക് ഇതിപ്പോൾ താഴെ കൊണ്ടുവരാനായിട്ട് ഈ യെല്ലോ റൈറ്റ് സൈഡിലാണുള്ളത്. ഇത് നമ്മുടെ ഫസ്റ്റ് കണ്ടീഷനാണ്. 2 കണ്ടീഷൻ വരും. ഇത് റൈറ്റ് സൈഡിൽ ചിലപ്പോൾ നമുക്ക് റൈറ്റ് സൈഡിൽ വരും, ചിലപ്പോൾ നമുക്ക് ഈ ഫ്രണ്ട് സൈഡിലും വരും യെല്ലോ കളർ. അപ്പോൾ ഇത് നമ്മുടെ ഫസ്റ്റ് കണ്ടീഷനാണ്. റൈറ്റ് സൈഡിലാണെങ്കിൽ നമ്മൾ 2 പ്രാവശ്യം റൈറ്റ് ഹാൻഡ് അൽഗോരിതം നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ഇവിടെ വരുന്നതാണ്. ഈ യെല്ലോ കളർ നമ്മുടെ താഴത്തെ ലെയറിൽ പ്ലേസ് ആവുന്നതാണ്. നമുക്ക് നോക്കാം. നമ്മുടെ റൈറ്റ് ഹാൻഡ് അൽഗോരിതം ആർ യു ആർ പ്രൈം യു പ്രൈം ഒരു പ്രാവശ്യമായി, ആർ യു ആർ പ്രൈം യു പ്രൈം 2 പ്രാവശ്യമായപ്പോൾ കണ്ടില്ലേ, നമ്മുടെ യെല്ലോ കളർ നമ്മുടെ താഴത്തെ ലെയറിൽ താഴത്തെ ഫേസിൽ പ്ലേസ് ആയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ക്യൂബ് ചെറുതായിട്ടൊന്ന് മേളിൽ മിക്സ് ആയിട്ടുണ്ട്. അത് കുഴപ്പമില്ല. നമ്മൾ 4 കോർണേഴ്സ് നമ്മൾ കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ യെല്ലോ ഫേസ് ഈ 4 കോർണേഴ്സിൻ്റെ യെല്ലോ കളർ നമ്മൾ താഴെ സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ക്യൂബ് ഓട്ടോമാറ്റിക്കായിട്ട് സോൾവ് ആവുന്നതാണ്. ഇപ്പോൾ മിക്സ് ആയത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അടുത്ത് നമുക്ക് ഈ കോർണർ നമ്മൾ കറക്റ്റായിട്ട് യെല്ലോ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് അടുത്ത് 3 കോർണേഴ്സ് ഉണ്ട്. 1 2 3 ഇതിലാണ് നമ്മൾ ചെയ്യേണ്ടത്. അതുകൊണ്ട് നമ്മൾ ആദ്യം ഇതിവിടെ നിന്ന് മാറ്റിയിട്ട് നമ്മൾ അടുത്ത് ഫില്ല് ചെയ്യാനുള്ള ഒരു പാട്ടിനെ അവിടെ കൊണ്ടുവയ്ക്കണം. നമുക്ക് ഇത് കൊണ്ടുവയ്ക്കാം, അല്ലെങ്കിൽ ഇതും കൊണ്ടുവയ്ക്കാം. ഇത് കൊണ്ടുപോകാം. ഇത് ജസ്റ്റ് തിരിച്ച് ഇവിടെ കൊണ്ടുവയ്ക്കുക. ഇത് കണ്ടില്ലേ, ഇതാണ് നമ്മുടെ സെക്കൻഡ് കണ്ടീഷൻ. നമ്മുടെ ഫ്രണ്ട് ഫേസിൽ യെല്ലോ കളർ വന്നിരിക്കുന്നു. ഇവിടെ വന്നിട്ട് നമ്മൾ നേരത്തെ നമ്മൾ റൈറ്റ് സൈഡിൽ വന്നപ്പോൾ 2 പ്രാവശ്യം റൈറ്റ് ഹാൻഡ് അൽഗോരിതം യൂസ് ചെയ്തു. ഇപ്പോൾ നമുക്ക് 4 വട്ടം യൂസ് ചെയ്യേണ്ടി വരും. 4 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യേണ്ടി വരും റൈറ്റ് ഹാൻഡ് അൽഗോരിതം. എന്നാൽ മാത്രമേ നമുക്ക് ഈ യെല്ലോ കളർ ഇവിടെ പ്ലേസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നോക്കാം. ആർ യു ആർ പ്രൈം യു പ്രൈം ആർ യു ആർ പ്രൈം യു പ്രൈം ആർ യു ആർ പ്രൈം യു പ്രൈം 3 പ്രാവശ്യമായി. ലാസ്റ്റ് ടൈം ആർ യു ആർ പ്രൈം യു പ്രൈം. കണ്ടില്ലേ, നമ്മുടെ യെല്ലോ കളർ അവിടെ പ്ലേസ് ആയിട്ടുണ്ട്. ഇനി അടുത്ത കളർ നമ്മൾ അടുത്ത കോർണർ നമുക്ക് അവിടെ കൊണ്ടുപോകാം. എന്നിട്ട് വീണ്ടും കണ്ടിന്യൂ ചെയ്യാം. ഈ കോർണർ ഇനി 2 കോർണർ ഇവിടെ ഉണ്ട് നമുക്ക് ഫില്ല് ചെയ്യാൻ. ഈ കോർണർ കൊണ്ടുപോകാം. വീണ്ടും അൽഗോരിതം റൈറ്റ് ഹാൻഡ് അൽഗോരിതം. ഇത് റൈറ്റ് സൈഡിലാണ്. അപ്പോൾ 2 പ്രാവശ്യം നമുക്ക് ചെയ്താൽ മതി. ആർ യു ആർ പ്രൈം യു പ്രൈം ആർ യു ആർ പ്രൈം യു പ്രൈം 2 പ്രാവശ്യം ചെയ്തപ്പോൾ താഴെ വന്നു. അത് കഴിഞ്ഞു. ഇനി ഒരേ ഒരു കോർണർ മാത്രമേ ബാക്കിയുള്ളൂ. അതുകൊണ്ട് നമുക്ക് കൊണ്ടുപോകാം. കൊണ്ടുപോവാണ്.
അത് കണ്ടില്ലേ, ഫ്രണ്ട് ഫേസിലാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് 4 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യണം. ആർ യു ആർ പ്രൈം യു പ്രൈം ആർ യു ആർ പ്രൈം യു പ്രൈം ആർ യു ആർ പ്രൈം യു പ്രൈം ആർ യു ആർ പ്രൈം യു പ്രൈം. അത് കണ്ടില്ലേ, നമ്മുടെ ക്യൂബ് മേളിലത്തെ ലെയറിന് സോൾവ് ആയിട്ടുണ്ട്. താഴെ ഫുള്ളും നമ്മുടെ ലെയറിൽ മൊത്തം എല്ലോ ഫില്ലായിട്ടുമുണ്ട്. ഈ ഗ്രീനിനെ നമ്മൾ ഗ്രീനായിട്ട് മാച്ച് ചെയ്ത് നമ്മൾ നേരെ മുകളിൽ കൊണ്ടുവരിക. കണ്ടില്ലേ, നമ്മുടെ ക്യൂബ് സോൾവ് ആയിട്ടുണ്ട്. ഇനി ഈ 3 എഡ്ജ് പീസസ് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം സോൾവ് ആയിട്ടുണ്ട്. മൊത്തത്തിൽ ക്യൂബ് സോൾവ് ആയിട്ടുണ്ട്. ഇനി ഒരു സ്റ്റെപ്പ് കൂടെ ഉണ്ട്. നമ്മുടെ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ഈ എഡ്ജ് പീസ് കൂടെ സോൾവ് ചെയ്യും. അതുകൂടെ ചെയ്യുമ്പോൾ നമ്മുടെ ക്യൂബ് മൊത്തത്തിൽ സോൾവ് ആകും. ഓക്കെ, നമുക്കപ്പോൾ ഈ ബാക്കിയുള്ള 2 ക്യൂബ് കൂടെ നമുക്ക് യെല്ലോ ഫില്ല് ചെയ്ത് പഠിക്കാം ടോപ്പ് ലെയറിൽ. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് ക്യൂബ് നമുക്ക് പഠിക്കാം. ഇതിലിപ്പോൾ നമുക്ക് ക്രോസ് മാത്രമല്ല, ആദ്യം ചെയ്ത ക്യൂബിൽ നമുക്ക് ക്രോസ് മാത്രമായിരുന്നു യെല്ലോ ഫില്ലായിട്ടുള്ളത്. ഇതിലിപ്പോൾ ഒരു കോർണർ കൂടെ യെല്ലോ ഫില്ലായിട്ട് വന്നിട്ടുണ്ട്. ഇനി ബാക്കി 3 കോർണറുണ്ട്, അതിൽ കൂടെ നമുക്ക് യെല്ലോ ഫില്ല് ചെയ്യണം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ വൈറ്റ് ഫേസ് മേളിൽ കൊണ്ടുവരണം. എന്നിട്ട് നോക്കിയിട്ട് തുടങ്ങണം. നമ്മൾ ഏതെങ്കിലും ഇവിടത്തിൽ നിന്ന് തുടങ്ങാം, എവിടെ നിന്നാണെങ്കിലും തുടങ്ങാം. ഇവിടെ ഇപ്പോൾ നമുക്ക് ഓൾറെഡി യെല്ലോ ഫില്ലാണ്, അതുകൊണ്ട് നമുക്ക് ഇവിടെ ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം. ഇത് റൈറ്റ് സൈഡാണ്, അപ്പോൾ 2 പ്രാവശ്യം ആൽഗോരിതം യൂസ് ചെയ്താൽ മതി. യെല്ലോ കളർ റൈറ്റ് സൈഡ് ആയതുകൊണ്ട് നമുക്ക് 2 പ്രാവശ്യം മാത്രം റൈറ്റ് ആൽഗോരിതം നമുക്ക് ചെയ്താൽ മതി. ഇത് ഇവിടെ പ്ലേസ് ആവുന്നതാണ്. ആർ യു ആർ പ്രൈം യു പ്രൈം ഒന്നായി, ആർ യു ആർ പ്രൈം യു പ്രൈം 2 പ്രാവശ്യം ചെയ്തപ്പോൾ പ്ലേസ് ആയിട്ടുണ്ട്. അടുത്ത് നമുക്ക് ഇത് കൊണ്ടുവെക്കാം ഇവിടെ. എന്നിട്ട് നമുക്ക് റൈറ്റ് സൈഡ് ആയതുകൊണ്ട് 2 പ്രാവശ്യം തന്നെ വീണ്ടും ചെയ്താൽ മതി. ആർ യു ആർ പ്രൈം യു പ്രൈം ആർ യു ആർ പ്രൈം യു പ്രൈം. ഇനി ഇത് പ്ലേസ് ആയിട്ടുണ്ട്. ഇനി അടുത്ത് ഒരു കോർണർ കൂടെ ബാക്കിയുണ്ട്, നമുക്ക് അതും കൂടെ കൊണ്ടുവയ്ക്കാം. വീണ്ടും റൈറ്റ് സൈഡാണ് വന്നിരിക്കുന്നത്, അതുകൊണ്ട് വീണ്ടും 2 പ്രാവശ്യം തന്നെ ചെയ്താൽ മതി. ആർ യു ആർ പ്രൈം യു പ്രൈം ആർ യു ആർ പ്രൈം യു പ്രൈം. അപ്പോൾ നമ്മുടെ മേലത്തെ ഇതും സോൾവ് ആയിട്ടുണ്ട്. താഴെ മൊത്തം എല്ലാം ഫിനിഷ് ആയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ എല്ലാ ലെയർ ടോപ്പിൽ കൊണ്ടുവരാം, ടോപ്പ് ലെയറിലാക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ കോർണർ പീസിലൊന്ന് മാച്ച് ചെയ്യാം. മാച്ച് ആയിട്ടുണ്ട്, എല്ലാം മാച്ച് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ഒരു ക്യൂബ് കൂടെ ഉണ്ട് നമ്മുടെ കയ്യിൽ, അതും കൂടെ നമുക്ക് എല്ലാം ഫില്ല് ചെയ്യാം. ഇത് വന്നിട്ടിപ്പോൾ 2 കോർണേഴ്സിൽ കൂടെ എല്ലോ ഫില്ലായിട്ടുണ്ട്. നമുക്ക് എല്ലോ ഫില്ല് ചെയ്യാൻ വെറും 2 കോർണർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് തുടങ്ങാം. വൈറ്റ് മേളിൽ കൊണ്ടുവരിക, നോക്കുക, എല്ലാം ഫില്ല് ചെയ്യേണ്ട ഒരു കോർണർ ആദ്യം എടുക്കുക. ഈ കോർണർ എല്ലാം ഫില്ല് ചെയ്യാണ്ട് ഇവിടെ നമുക്ക് തുടങ്ങാം. വൈറ്റ് യെല്ലോ കളർ ഫ്രണ്ടിലാണ് വന്നിരിക്കുന്നത്, അതുകൊണ്ട് നമുക്ക് 4 പ്രാവശ്യം ചെയ്യണം. റൈറ്റ് ഹാൻഡ് ആൽഗോരിതം ആർ യു ആർ പ്രൈം യു പ്രൈം ആർ യു ആർ പ്രൈം യു പ്രൈം ആർ യു ആർ പ്രൈം യു പ്രൈം. ലാസ്റ്റ് ടൈം ആർ യു ആർ പ്രൈം യു പ്രൈം. ഫില്ലായിട്ടുണ്ട്. ഇനി ആപ്പടെ ഒരു കോർണർ മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാം ഫില്ലാണ്. അപ്പോൾ ആ കോർണർ നമ്മൾ അവിടെ കൊണ്ടുവയ്ക്കണം. ഇതെങ്ങനെ കൊണ്ടുവന്നേ, ഒരിക്കൽ മൂവ് ചെയ്തു, ഇവിടെ എത്തി, ഒന്നുകൂടെ മൂവ് ചെയ്തു, അവിടെ എത്തി. ഇനി നമുക്ക് റൈറ്റ് സൈഡാണ്, അപ്പോൾ 2 പ്രാവശ്യം ചെയ്താൽ മതി. ആർ യു ആർ പ്രൈം യു പ്രൈം ആർ യു ആർ പ്രൈം യു പ്രൈം. ഓക്കെ, കണ്ടില്ലേ, സോൾവ് ആയിട്ടുണ്ട്. മേളിലത്തെ 2 ലെയർ സോൾവ് ആയിട്ടുണ്ട്, കണ്ടില്ലേ, ഇത് സോൾവ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ കോർണേഴ്സിനെ നമുക്കൊന്ന് മാച്ച് ചെയ്യാം. മാച്ച് ആയിട്ടുണ്ട്, കണ്ടില്ലേ. ഓക്കെ, ഇനി നമ്മൾ ഫുള്ള് എല്ലാം ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ചെറിയ സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ. അതുകൂടെ കഴിയുമ്പോൾ നമ്മൾ ക്യൂബ് മൊത്തം സോൾവ് ചെയ്യാൻ പഠിച്ചിരിക്കും. അതും നമ്മൾ ഈ വീഡിയോ തന്നെ പഠിക്കും. അപ്പോൾ ഇനി നമ്മുടെ ട്യൂട്ടോറിയലിൻ്റെ അവസാന സ്റ്റെപ്പിലേക്കാണ് ഞാൻ പോകുന്നത്. ഇതുകൂടെ കഴിയുമ്പോൾ നമ്മുടെ ട്യൂട്ടോറിയൽ മൊത്തം കഴിയും. നമ്മൾ ക്യൂബ് സോൾവ് ചെയ്യാനും പഠിച്ചിരിക്കും. ഇത് ലാസ്റ്റ് സ്റ്റെപ്പാണ്. നമുക്ക് നമ്മുടെ യെല്ലോ ഫേസ് നമ്മുടെ ടോപ്പ് ലെയർ, നമ്മുടെ യെല്ലോ ലെയർ മൊത്തം നമ്മൾ യെല്ലോ ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 2 കണ്ടീഷൻസാണ് വരുന്നത് ക്യൂബിൽ. ആ 2 എണ്ണമാണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത്. ഇത് രണ്ടുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് ക്യൂബിലോട്ട് പോകാം. കണ്ടീഷൻ നമ്പർ 1. ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ
നമ്മുടെ ടോപ്പ് ലെയറിൻ്റെ 4 എഡ്ജുകളും നമുക്ക് സ്വൈപ്പായിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരിക്കും. ഇപ്പോൾ കണ്ടില്ലേ, ഈ ഓറഞ്ച് യെല്ലോ ഇത് മാറിയിരിക്കുകയാണ്. ഇവിടെ ഇത് ഓറഞ്ച് ഫേസിൻ്റെ കളറാണ്, ഇവിടെ വരേണ്ടതാണത്. ഇത് ഇവിടെ വരേണ്ട കളറാണ്. അതുപോലെ തന്നെ റെഡ് യെല്ലോ, റെഡ് ഇപ്പുറത്ത് വരേണ്ടതാണ്. അങ്ങനെ ഇത് പരസ്പരം സ്വൈപ്പായിരിക്കുകയാണ്. 4 എഡ്ജുകളും സ്വൈപ്പായിരിക്കണം. 4 എഡ്ജും സ്വൈപ്പായിരിക്കും. ഇതാണ് ഫസ്റ്റ് കണ്ടീഷൻ. സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരെഡ്ജ് ഫിനിഷായിരിക്കും, ബാക്കി 3 സ്വൈപ്പായിരിക്കും. എന്നല്ലേ, 3 മാത്രം സ്വൈപ്പായിരിക്കും. ഒന്നല്ലേ, ഓറഞ്ച് യെല്ലോ, ഓറഞ്ച് ഇവിടെ വരേണ്ടതാണ്, ബ്ലൂ ഇവിടെ വരേണ്ടതാണ്, ഗ്രീന് ഇവിടെ വരേണ്ടതാണ്. ഇതാണ് നമ്മുടെ 2 കണ്ടീഷൻ. അപ്പോൾ നമുക്ക് ആദ്യം ഈ കണ്ടീഷൻ പഠിക്കാം. ഇതാകുമ്പോൾ ഒരു ഫേസ് ഫിനിഷായിട്ടുള്ള കണ്ടീഷൻ നമുക്ക് ആദ്യം പഠിക്കാം. നമ്മുടെ ക്യൂബിൻ്റെ ഗ്രിപ്പിംഗ് പൊസിഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഫിനിഷായ പാർട്ടുണ്ടല്ലോ, അത് നമ്മുടെ ഫ്രണ്ട് ഫേസിൽ വരും. എന്നിട്ട് നമ്മുടെ പ്രൊസീജിയർ തുടങ്ങുകയാണ്. ശ്രദ്ധിക്കുക, നമ്മൾ ആദ്യം നമ്മുടെ റൈറ്റ് ഹാൻഡ് അൽഗോരിതം യൂസ് ചെയ്യണം. ആർ യു ആർ പ്രൈം യു പ്രൈം. ഓക്കെ, അടുത്ത് സെയിം ആയിട്ട് നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് അൽഗോരിതം യൂസ് ചെയ്യാണ്. എൽ പ്രൈം യു പ്രൈം എൽ യു. ഓക്കെ, അപ്പം നമുക്കൊരു ഹെഡ്ലൈറ്റിൻ്റെ രൂപത്തിൽ കിട്ടിയിട്ടുണ്ട്. നമ്മളൊരു കാറിൻ്റെ ഹെഡ്ലൈറ്റ് കാണില്ലേ, ആ ടൈപ്പിൽ കിട്ടിയിട്ടില്ലേ, ഹെഡ്ലൈറ്റ് പോലെ കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ആദ്യം റൈറ്റിൽ നിന്ന് റൈറ്റ് അൽഗോരിതം ചെയ്തു, രണ്ടാമത് ലെഫ്റ്റിൽ നിന്ന് ലെഫ്റ്റ് അൽഗോരിതം ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി എന്താ ചെയ്യേണ്ടത്, നമ്മൾ ഓരോ പ്രാവശ്യം നമ്മുടെ റിവേഴ്സ് അൽഗോരിതം ഉണ്ടല്ലോ, അത് 2 സൈഡ് യൂസ് ചെയ്യണം. റൈറ്റിൽ നിന്ന് റൈറ്റ് റിവേഴ്സ് അൽഗോരിതം യൂസ് ചെയ്യണം, ലെഫ്റ്റിൽ നിന്ന് ലെഫ്റ്റ് റിവേഴ്സ് അൽഗോരിതം യൂസ് ചെയ്യണം. അതെങ്ങനെയാണ്, യു ആർ യു പ്രൈം ആർ പ്രൈം. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ കഴിഞ്ഞു. ഇനി ലെഫ്റ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡ് റിവേഴ്സ് അൽഗോരിതം യൂസ് ചെയ്യണം. യു പ്രൈം എൽ പ്രൈം യു എൽ. കണ്ടില്ലേ, നമ്മുടെ ക്യൂബ് മൊത്തം സോൾവ് ആയിട്ടുണ്ട്. നമ്മൾ ക്യൂബ് സോൾവ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, ഇനി ഒരു കണ്ടീഷൻ കൂടെയുണ്ട്, അതൊന്നുകൂടെ നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ നെക്സ്റ്റ് കണ്ടീഷൻ. ഇതിലിപ്പോൾ നമ്മുടെ 4 എഡ്ജസും സ്വൈപ്പായിട്ടാണ് ഇരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 4 എഡ്ജും സ്വൈപ്പായിരിക്കുന്നത്. ഇതിൽ നമ്മൾ ചെയ്യുന്നത് സെയിം പ്രൊസീജിയർ തന്നെയാണ്, ഒരു മാറ്റവുമില്ല. നമുക്കിതിലിപ്പോൾ ഏത് സൈഡിൽ നിന്ന് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. അങ്ങനെ പ്രത്യേകിച്ച് ഗ്രിപ്പിംഗ് പൊസിഷനൊന്നും ഇതിനില്ല. ഏത് സൈഡിൽ നിന്ന് വേണം ചെയ്യാം. നമുക്കിപ്പോൾ ഇതെടുക്കാം, ഏതെങ്കിലും സൈഡ് എടുക്കാം, റെഡ് ഫേസ് എടുക്കാം. നമുക്ക് നേരത്തെ റെഡല്ലേ ചെയ്തത്, അപ്പോൾ ഇത് നമുക്കിപ്പോൾ റെഡ് തന്നെ എടുക്കാം. ഏത് ഫേസിൽ നിന്ന് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. അത് റൈറ്റ് അൽഗോരിതം ഒരു പ്രാവശ്യം ചെയ്യുക. ആർ യു ആർ പ്രൈം യു പ്രൈം. അതുപോലെ തന്നെ ലെഫ്റ്റ് അൽഗോരിതം ചെയ്യുക. എൽ പ്രൈം യു പ്രൈം എൽ യു. അടുത്ത് റൈറ്റിൽ നിന്ന് റിവേഴ്സ് അൽഗോരിതം ആദ്യം ചെയ്യുക. യു ആർ യു പ്രൈം ആർ പ്രൈം. അതുപോലെ തന്നെ ലെഫ്റ്റിൽ നിന്ന് ആദ്യം ലെഫ്റ്റ് റിവേഴ്സ് അൽഗോരിതം ചെയ്യുക. യു പ്രൈം എൽ പ്രൈം യു എൽ. ഇപ്പോൾ എന്താ ചേഞ്ചാ പറ്റിയെന്ന് നോക്കാം, എന്താ ചേഞ്ചാ വന്നതെന്ന് നോക്കാം. നമുക്ക് ഇത് കണ്ടില്ലേ, നമ്മുടെ 4 എഡ്ജസും സ്വൈപ്പായിരുന്നിടത്ത് ഇപ്പോൾ 3 എഡ്ജസ് മാത്രമായി. ഇപ്പോൾ ഒരു എഡ്ജ് നമ്മുടെ ഫിനിഷായിട്ടുണ്ട്, ഒരു ഫേസ് നമ്മുടെ ഫിനിഷായിട്ടുണ്ട്. ഇനി 3 എഡ്ജ് മാത്രമേ നമുക്കിനി ഫിനിഷ് ചെയ്യാനുള്ളൂ. ഒരു ഫേസ് നമ്മുടെ ഫിനിഷായിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ ആയിക്കഴിഞ്ഞു. ഇതിനി എന്താ ചെയ്യേണ്ടതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇനി നമുക്ക് ഈ ഫിനിഷായ ഫേസിനെ നമുക്ക് ഫ്രണ്ടിൽ വെച്ചിട്ട് നമ്മുടെ പ്രൊസീജിയർ ചെയ്യാം. ആദ്യം റൈറ്റ് അൽഗോരിതം യൂസ് ചെയ്യുക. ആർ യു ആർ പ്രൈം യു പ്രൈം. അതുപോലെ തന്നെ ലെഫ്റ്റ് അൽഗോരിതം യൂസ് ചെയ്യുക. എൽ പ്രൈം യു പ്രൈം എൽ യു. എന്നിട്ട് ഫസ്റ്റ് റൈറ്റ് റിവേഴ്സ് അൽഗോരിതം യു ആർ യു പ്രൈം ആർ പ്രൈം. അതുപോലെ തന്നെ അത് കഴിഞ്ഞ് ലെഫ്റ്റ് റിവേഴ്സ് അൽഗോരിതം യു പ്രൈം എൽ പ്രൈം യു എൽ. ഇപ്പം നോക്കിയേ, മാജിക്കലി നമ്മുടെ ക്യൂബ് സോൾവ് ആയി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഒരു കണ്ടീഷനും കൂടെ പറയാനുണ്ട്.
ഇപ്പം നമ്മുടെ ഈ ഒരു കണ്ടീഷനാണ്, നമുക്കറിയാവുന്ന കണ്ടീഷനാണ്. എന്നാലും ഇതിലൊരു ചെറിയ കാര്യം പറയേണ്ടതെന്ന് എന്തെന്ന് വെച്ചാൽ, നമ്മുടെ ഇപ്പോൾ മൂന്ന് എഡ്ജസാണ് ഇതിൽ സ്വൈപ്പായിരിക്കുന്നത്. ഒരു എഡ്ജ് ഫിനിഷായിട്ടുണ്ട്, ഒരു ഫേസ് നമ്മുടെ ഫിനിഷായിട്ടുണ്ട്. ചില സമയങ്ങളിൽ നമ്മുടെ ഈ ടെക്നിക്ക് ഒറ്റ പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ചിലപ്പോൾ സോൾവ് ആവില്ല. ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ 3 എഡ്ജസ് നമ്മുടെ സ്വൈപ്പാണ്, ഒരു ഫേസ് ഫിനിഷാണ്. ആ ഫേസ് നമ്മൾ ഫ്രണ്ടിൽ വെക്കുന്നു, റൈറ്റ് ഹാൻഡ് ആൽഗോരിതം ചെയ്യുന്നു. ആർ യു ആർ പ്രൈം യു പ്രൈം. അതുപോലെ തന്നെ ലെഫ്റ്റ് ഹാൻഡ് ആൽഗോരിതം ചെയ്യുന്നു, എൽ പ്രൈം യു പ്രൈം എൽ യു. എന്നിട്ട് റൈറ്റ് റിവേഴ്സ് ആൽഗോരിതം യൂസ് ചെയ്യുന്നു, യു ആർ യു പ്രൈം ആർ പ്രൈം. എന്നിട്ട് ലെഫ്റ്റ് റിവേഴ്സ് ആൽഗോരിതം യൂസ് ചെയ്യുന്നു, യു പ്രൈം എൽ പ്രൈം യു എൽ. ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പോഴും നമ്മുടെ ക്യൂബ് സോൾവ് ആയിട്ടില്ല. ചില സമയങ്ങളിൽ ഇങ്ങനെ വരും. അപ്പോൾ നമ്മൾ വേറെ ഒന്നും ചെയ്യാനൊന്നുമില്ല, നമ്മൾ സെയിം ആൽഗോരിതം നമ്മൾ ഒന്നുകൂടെ നമ്മൾ റിപ്പീറ്റ് ചെയ്താൽ മതി, നമ്മുടെ ക്യൂബ് സോൾവ് ആകുന്നതായിരിക്കും. നമുക്ക് നോക്കാം. സെയിമായിട്ട് നമ്മുടെ ഫിനിഷായ ഫേസ് നമ്മുടെ ഫ്രണ്ട് ഫേസിൽ വെക്കുക. എന്നിട്ട് നമ്മുടെ റൈറ്റ് ആൽഗോരിതം ആർ യു ആർ പ്രൈം യു പ്രൈം. എന്നിട്ട് ലെഫ്റ്റ് ആൽഗോരിതം എൽ പ്രൈം യു പ്രൈം എൽ യു. എന്നിട്ട് റൈറ്റ് റിവേഴ്സ് ആൽഗോരിതം യു ആർ യു പ്രൈം ആർ പ്രൈം. എന്നിട്ട് ലെഫ്റ്റ് റിവേഴ്സ് ആൽഗോരിതം യു പ്രൈം എൽ പ്രൈം യു എൽ. ഉണ്ടല്ലേ, നമ്മുടെ ക്യൂബ് സോൾവ് ആയിട്ടുണ്ട്. ഓക്കെ, കൺഗ്രാറ്റ്സ്, നിങ്ങൾ ക്യൂബ് സോൾവ് ചെയ്യാൻ പഠിച്ചിരിക്കുന്നു. ഓക്കെ, കൺഗ്രാറ്റ്സ് ഗൈസ്, നിങ്ങളപ്പോൾ ക്യൂബ് സോൾവ് ചെയ്യാൻ പഠിച്ചിരിക്കുകയാണ്. നിങ്ങൾക്കപ്പോൾ സിമ്പിളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കാണുന്ന ആരെങ്കിലും ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിലെ ബെൽ ബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ അടുത്തുള്ള വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. നിങ്ങൾ ആദ്യം ഇത് നന്നായിട്ട് പഠിക്കുക. എവിടെയെങ്കിലും കൺഫ്യൂഷൻ തോന്നുന്നുണ്ടോ, എവിടെയെങ്കിലും മനസ്സിലാകാതെ വരുന്നു, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും വീഡിയോ പോസ് ചെയ്തിട്ട് 1-2 വട്ടം റിപ്പീറ്റ് ചെയ്ത് അത് കാണുക. ഉറപ്പായിട്ടും മനസ്സിലായിരിക്കും. ഏറ്റവും മെയിനായിട്ട് നമ്മളിത് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് വേണം. എന്നാൽ മാത്രമേ നമുക്കിത് കുറച്ചുകൂടെ സ്പീഡായിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുക അത്രത്തോളം നിങ്ങൾക്ക് സ്പീഡായിട്ട് ചെയ്യാൻ പറ്റും. ഈ ഒരു മെത്തേഡ് നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാക്സിമം 1 മിനിറ്റൊക്കെ കൊണ്ട് ക്യൂബ് ഉറപ്പായിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. വീണ്ടും ഒന്നുകൂടെ പറയാം, എവിടെയെങ്കിലും എന്തെങ്കിലും കൺഫ്യൂഷൻസോ അതോ എന്തെങ്കിലും മനസ്സിലാവാതെ വരികയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ വീഡിയോ പോസ് ചെയ്തിട്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് 1, 2, 3 വട്ടം വീണ്ടും കാണുക. ഉറപ്പായിട്ട് മനസ്സിലായിരിക്കും. ആദ്യമൊക്കെ നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് വരാവുന്നതാണ്. ഉറപ്പായിട്ട് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പോസ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. വീഡിയോ ഉറപ്പായിട്ട് മനസ്സിലായിരിക്കും. വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. ഞാൻ എല്ലാ കമൻറ്റ്സിനും റിപ്ലൈ തരുന്നതായിരിക്കും. ഞാനിതിൻ്റെ കുറച്ച് ട്രിക്സും കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അത് കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത്, കുറച്ച് അഡ്വാൻസ് മെത്തേഡൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.